ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ജനിച്ച ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ദൈവവചന ധ്യാനം. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നത്. കൊള്ള കണ്ടു കിട്ടിയവനെ പോലെ ദൈവത്തിൻ്റെ വചനത്തിൽ സന്തോഷിക്കുവാനും വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 28-ാമത്തെ വചനം. നിങ്ങളിൽ ആരെങ്കിലും ഒരു ഗോപുരം പണിയുവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ? അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം. കാണുന്നവരെല്ലാം ഈ മനുഷ്യൻ പണിയുവാൻ തുടങ്ങി, തീർപ്പാനോ വകയില്ല എന്ന് പറഞ്ഞ് പരിഹസിക്കുമല്ലോ. അല്ല, ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുൻപേ ഇരുന്ന് 20,000 വരുന്നവനോട് ഞാൻ 10,000 എതിർക്കുവാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ? പോരാ എന്ന് വരികിൽ മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കുന്ന നിലയിൽ ഏതെങ്കിലും പ്രീതികരമായ സന്ദേശങ്ങൾ പ്രസംഗിച്ചതായിട്ട് നാം കാണുന്നില്ല. ഒരിക്കലും കർത്താവ് മോഹന വാഗ്ദാനങ്ങൾ നൽകി പുരുഷാരത്തെ തന്നിലേക്ക് അടുപ്പിച്ചിട്ടില്ല. മറിച്ച് ശിഷ്യത്വത്തിൻ്റെ തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ പ്രയാസകരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നെങ്കിലും കഠിനവാക്കെന്ന് മറ്റുള്ളവർ പറയുന്ന വ്യവസ്ഥകൾ അവരോട് പ്രസ്താവിക്കുകയും അവരെ ആ നിലയിൽ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഒരിക്കൽ തന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ച ആളുകളോട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ നിങ്ങൾക്ക് ചെലവിടേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. ക്രിസ്തീയ ജീവിതത്തെ ഒരു കെട്ടിട നിർമ്മാണവും ഒരു യുദ്ധവുമായിട്ട് ഇവിടെ താരതമ്യപ്പെടുത്തുകയാണ്. ആവശ്യമുള്ള പണം കയ്യിൽ ഇല്ലാതിരിക്കെ ആരെങ്കിലും ഒരുപാട് മുതൽ മുടക്കുള്ള ഒരു ഗോപുരം പണിയുവാൻ തുനിയുകയില്ല. അങ്ങനെ തുനിഞ്ഞാൽ അത് ബുദ്ധിമോശമാണ്. യേശു പറഞ്ഞു, ദീർഘവീക്ഷണം ഇല്ലായ്മയുടെ സ്മാരകമായി പൂർത്തീകരിക്കപ്പെടാത്ത കെട്ടിടം എക്കാലത്തും പരിഹാസ വിഷയമായി നിലകൊള്ളും. ദീർഘവീക്ഷണമില്ലാതെ എടുത്തു ചാടി അതിൻ്റെ ചെലവുകൾ എത്രമാത്രം ഉണ്ടെന്ന് കണക്ക് നോക്കാതെ ഒരാവേശത്തിൽ എടുത്തു ചാടി ഗോപുരം പണിത ഒരു മനുഷ്യൻ അവനെ പൂർത്തീകരിപ്പാൻ കഴിയാതെ പോയാൽ പരിഹസിക്കപ്പെടും എന്നാണ് കർത്താവ് പറഞ്ഞു വെച്ചത്. ഇന്നും ഒരാവേശത്തിൽ എടുത്തു ചാടി ദീർഘവീക്ഷണമില്ലാതെ ക്രിസ്തീയ ജീവിതം അതിന് കൊടുക്കേണ്ട വില അതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ, അതിന് കൊടുക്കേണ്ട വില എന്ന് പറയുമ്പോൾ രക്ഷയ്ക്കായിട്ട് നാം വില കൊടുക്കേണ്ടതില്ല, എന്നാൽ ക്രിസ്ത്യാനിയായി തീരുവാൻ യാതൊരു ചെലവും ആർക്കുമില്ല, എന്നാൽ ക്രിസ്തീയ ജീവിതം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് നാം മുന്നോട്ട് നയിക്കുമ്പോൾ ക്രിസ്തുവിന് ഹിതമല്ലാത്ത സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തോട് നാം വിട പറയേണ്ടി വരും. ലോക ഇമ്പങ്ങളോട് നാം ഗുഡ് ബൈ പറയേണ്ടി വരും. മോഹങ്ങൾക്ക് അതിരിടേണ്ടി വരും. മോഹങ്ങൾ ജനിക്കുന്ന നിലയിൽ ജഡത്തിനായിട്ട് ചിന്തിക്കുന്നത് അവസാനിപ്പിക്കേണ്ടി വരും. അങ്ങനെ തീർച്ചയായും നാം ഒത്തിരി കണക്ക് കൂട്ടേണ്ടത് ആവശ്യമാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്ന പലരും ദീർഘവീക്ഷണത്തോടുകൂടി അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്ത് നേട്ടം ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നവരാണ് കൂടുതലും. നേട്ടങ്ങൾക്ക് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നവർ ദയവായി ക്ഷമിക്കുക. ഈ സന്ദേശം ഒരുപക്ഷെ അവർക്ക് വേദന ഉളവാക്കിയേക്കാം. യഥാർത്ഥ ക്രിസ്ത്യാനിയെ എതിരേൽക്കുവാൻ ഈ ലോകം തീർച്ചയായിട്ടും തയ്യാറാകും. പക്ഷേ അവരെ എതിരേൽക്കുന്നത് നിന്ദിച്ചും പരിഹസിച്ചും പഴിച്ചും ദൂഷിച്ചുമായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ.
അങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ തീർച്ചയായിട്ടും നാം കൊടുക്കേണ്ടുന്നതായ വില, സ്വയത്തെ ത്യജിക്കുവാൻ ഒക്കെയുള്ള നമ്മുടെ ആ ആഗ്രഹം, അതാണിവിടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ഓരോ വ്യക്തികളും മനസ്സിലാക്കണം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അത് വളരെ ത്യാഗപൂർണമാണ്, ക്ലേശകരമാണ്. അനേക കഷ്ടങ്ങളും അനർത്ഥങ്ങളും ഒരുപക്ഷെ ഈ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നുണ്ടാകാം. അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടി വരും. ഇതെല്ലാം മനസ്സിലാക്കണം. അല്ലാതെ ക്രൈസ്തവ ജീവിതം നയിക്കുന്നവർ തീർച്ചയായും അവരുടെ ജീവിതത്തിൽ അവർ മോഹിക്കുന്ന, ആഗ്രഹിക്കുന്ന, സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ സുവിശേഷത്തെ നിന്ദിക്കുകയും പിറുപിറുക്കുകയും അവർ ദൈവത്തിന് അപമാനം വരുത്തുകയും വീണ്ടും കർത്താവിനെ ക്രൂശിക്കുകയും ചെയ്യുന്നവരാകും എന്നുള്ളതിന് തർക്കമില്ല. അതുകൊണ്ട് കർത്താവ് ഒരിക്കലും വചനത്തിൽ മായം ചേർക്കുകയോ വെള്ളം ചേർക്കുകയോ ചെയ്യാതെ ശിഷ്യത്വത്തിൻ്റെ വ്യവസ്ഥകൾ ശിഷ്യന്മാരെ പഠിപ്പിച്ചു. മോഹന വാഗ്ദാനങ്ങൾ ഒന്നും തൻ്റെ അടുക്കൽ വന്ന ആർക്കും യേശു കൊടുത്തിട്ടില്ല. മറിച്ച് ലോകത്തെ വെറുക്കുവാനും മോഹങ്ങൾക്ക് മരിക്കുവാനും സ്വയകേന്ദ്രീകൃതമായ ജീവിതത്തിൽ നിന്ന് ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതത്തിലേക്ക് നാം നയിക്കണം എന്നുമാണ് കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത്. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ വചനം ശരിയാവണ്ണം മനസ്സിലാക്കി യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായി ജീവിക്കുവാൻ എല്ലാവർക്കും കൃപ നൽകണമേ. ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തേനിലും മധുരമാ, തേനിലും മധുരമാ, യേശു ക്രിസ്തു